യാത്രാ ബോട്ടുകളിൽ ഇരട്ട എഞ്ചിൻ ഘടിപ്പിക്കുക, യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തുക, ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക, സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമാക്കുക, ബോട്ട് ജെട്ടികളുടെ നിർമ്മാണം ശാസ്ത്രീയമാക്കുക എന്നിങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഫോർട്ട് കൊച്ചിയിൽ ബോട്ടുകളും ജങ്കാറുകളും ഇപ്പോഴും സർവീസ് നടത്തുന്നത് പഴയപടി തന്നെ. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുവാൻ ബാധ്യസ്ഥർ പോർട്ട്, ഫിഷറീസ്, പോലീസ് വകുപ്പുകളാണെന്നാണ് കോർപ്പറേഷന്റെ വാദം. സർക്കാർ നിർദ്ദേശങ്ങൾ തരുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ അധികാരികൾ പറയുന്നു. ഗവൺമെന്റ് അതുമായി ഞങ്ങൾ ചെയ്യേണ്ടത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് നിർദ്ദേശം വരും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യും. ബോട്ടുകൾക്ക് സർവീസ് നടത്താനുള്ള ലൈസൻസ് നൽകുന്നത് കോർപ്പറേഷനാണ്. അപകടത്തിൽ കോർപ്പറേഷന്റെ വീഴ്ചയടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോർപ്പറേഷന്റെ പരിധിയിലല്ല എന്നതുകൊണ്ട് കോർപ്പറേഷന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർ തന്നെ മുൻകൈ എടുത്ത റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ടോ ഡിസ്ട്രിക്ട് കളക്ടറെ കൊണ്ടോ ചർച്ച ചെയ്യിപ്പിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. 2015 ആഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിൽ മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടിലിടിച്ച് 11 പേർ മരിച്ചത്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും ഇനിയൊരു ബോട്ട് ദുരന്തമുണ്ടാകുന്നതുവരെ സർക്കാർ രേഖകളിൽ വിശ്രമിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം ബിൻസി രവീന്ദ്രൻ, മീഡിയ 1.